വാസുദേവായ. ഓം. ശ്രീമദ് ഭാഗവത മഹാപുരാണം, അതിൻ്റെ മാഹാത്മ്യം, 4-ാമത്തെ അധ്യായം, 67-ാമത്തെ ശ്ലോകം, 63-ാമത്തെ ഭാഗമായിട്ട് ഇപ്പോൾ പറയണു. ശ്രീ ഗുരുവായൂരപ്പ. പാഠം 63, ശ്ലോകം 4-ൽ 67. ഓം. സ്നാനശൗചക്രിയാഹീനോ ദുർഭക്ഷി ക്രോധസംയുത ദുഷ്പരിഗ്രഹകർത്ത ച ശവഹസ്തേന ഭോജനം ധുന്ധുകാരി മഹാഖല. ഇതാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. ആ ധുന്ധുകാരിയുടെ ഖലത്വം എന്തൊക്കെയാണ്, ചീത്തകൾ എന്തൊക്കെയാണെന്ന് പറയുകയാണ്. ഇതിവിടെ കുറച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ, അതിനേക്കാൾക്ക് എത്രയോ കൂടുതലാണ്. അപ്പോൾ ചില കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞത് നമ്മളുമായിട്ടൊന്ന് താരതമ്യപ്പെടുത്തുക, അതിനാണത് എടുക്കേണ്ടത്. ഇവിടെ കഥ പറയുമ്പോൾ ധുന്ധുകാരി ഇതൊക്കെ ചെയ്തായിരുന്നു, അത്രയും മോശമാണ് എന്ന് പറയാനാണ്. സ്നാനം, കുളി തൊട്ടുള്ള കാര്യങ്ങൾ, 3 നേരം കുളിക്കണം, തളിച്ച് കുളിക്കണം. മന്ത്രബോധമായിട്ടുള്ള സ്നാനം, ആപോഹിഷ്ടാദി മന്ത്രങ്ങൾ 3 ഇറുക്കെങ്കിലും ചൊല്ലിയിട്ട് വേണം കുളിക്കാനായിട്ട്. 3 സന്ധ്യയ്ക്കും കുളിക്കണം. സമയമുണ്ട്. 3-ാമത്തെ യാമം തീർന്നു കഴിഞ്ഞാൽ പുലരുന്നതിന് മുന്നേ നടത്തം. രാത്രി 3-ാമത്തെ യാമം തീർന്നാൽ കുളിക്കണം. അങ്ങനെയൊക്കെയാണ് നിയമം. അതേപോലെ മധ്യാഹ്നത്തിന് അഭിജിത്ത് മുഹൂർത്തത്തിന് മുന്നേ ആയിട്ട് കുളിച്ചു വരണം. അതേപോലെ സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ കുളിച്ച് സന്ധ്യാവന്തനം എന്നതാണ് കണക്ക്. അപ്പോൾ സ്നാനം എന്നുള്ളത് പഴച്ചു. പിന്നെ ശൗചം എന്നുള്ളത് ശുദ്ധിയാണ്. മലമൂത്ര വിസർജനാദി കാര്യങ്ങൾ എങ്ങനെയായാലും ശൗചമാണ്. 9 തുളയിൽ കൂടെ പുറത്തു വരുന്നതും ശുദ്ധമാക്കണം. അടിയത്തെ 2 തുള മാത്രം പോരാ. കണ്ണ്, മൂക്ക്, വായ, ചെവി, ഇതൊക്കെ ശുദ്ധമാക്കണം. അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള രീതികളുണ്ട്, അതൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ശൗചം അത് ശരിയാവണില്ല. സ്നാനവും ശൗചവും അതേപോലെ തന്നെ എത്രത്തോളം നമുക്കൊക്കെ എങ്ങനെ ആയാലും കേമായ അരമണിക്കൂർ കഴിഞ്ഞാൽ തൊലിയിൽ വയർപ്പം എന്താച്ചാൽ വന്നു, അങ്ങനെയൊക്കെ കണക്കുണ്ട്. അത് സാരില്ല, എന്തായാലും അത് പൂർണ്ണമായിട്ട് പറ്റില്ല, ഉറപ്പാണ്. എങ്കിലും ഒരു സാമാന്യത അത് ചെയ്യാറില്ല. പിന്നെ ക്രിയാഹീന, ക്രിയ എന്ന് ഉദ്ദേശിച്ചത് ഇവിടെ ദൈനംദിന ആചാരാനുഷ്ഠാനങ്ങളെ ബ്രാഹ്മണ്യമായിട്ട് ചെയ്യണം. ബ്രാഹ്മണനാണ് ആള്, അതുകൊണ്ടാണ് അത് ചെയ്യണില്ല. കുളിക്കുക, ഊക്കുക, അന്തി പിടിക്കുക, അല്ലെങ്കിൽ സന്ധ്യാവന്തനം, പിന്നെ കുറച്ച് തേവാരം, സ്വാധ്യായം, ഭാഗവതം പാരായണോ, ഗായത്രി ജപോ, വേദ സൂക്താദി കാര്യങ്ങളൊക്കെ ജപിക്കലോ, ഇങ്ങനെയുള്ളതൊന്നും ചെയ്യണില്ല എന്ന് സാരം. എന്തെങ്കിലുമൊക്കെ ചിലത് ചെയ്യണം. മുഴുവൻ ചെയ്യാൻ ആർക്കും സാധിക്കില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ചിലത് ചെയ്യണം. അപ്പം അങ്ങനെ ക്രിയാഹീനനാണ്, ദുർഭക്ഷിയാണ്, കഴിക്കാൻ പാടില്ലാത്തതാണ് കൂടുതൽ കഴിക്കുക. മറ്റത് കഴിക്കില്ല എന്നല്ല, അതും ഇതിൽ പെടും, അത്രയേ ഉള്ളൂ. ദുർഭക്ഷിയാണ്, കൂടുതൽ ഇഷ്ടം അതായത് ബ്രാഹ്മണന് കഴിക്കാൻ പാടുന്നത് എന്നൊരു നിയമമുണ്ട്, അതേ കഴിക്കാൻ പാടുള്ളൂ. അത് ഈ വേവിച്ച അധികം നേരം ഇരിക്കാൻ പാടില്ല, വേവിക്കുന്നതിന് ചില കണക്കുണ്ട്. നേരിച്ച പ്രസാദങ്ങൾ അത് തന്നെ എല്ലാം പാടില്ല, ചിലതേ പാടുള്ളൂ, അങ്ങനെയൊക്കെ കണക്കുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ വിശദമായിട്ട് പറയേണ്ടതാണ്. അതേപോലെ ആഹാരം മറ്റുള്ളവർക്ക് കൊടുത്തിട്ടേ കഴിക്കാവൂ, അതല്ലെങ്കിൽ നമുക്ക് തരുന്ന ആഹാരം മാത്രമേ കഴിക്കാവൂ, അങ്ങനെയൊക്കെ ഉണ്ട്. ദുർഭക്ഷി, അപ്പോൾ അത് ആർക്കും കൊടുക്കാതെ കണ്ട് കഴിക്കും, ചീത്ത കാര്യങ്ങളാണ് കഴിക്കുക. അപ്പോൾ ഇങ്ങനെ കഴിക്കുന്നത് കൊണ്ട് തന്നെ ക്രോധ സംയുത. അപ്പോൾ എപ്പോഴും ഈ കാമക്രോധാദികൾ എപ്പോഴും ചുണ്ടിരുത്തും കൊണ്ടാണ്, ചെറിയ കാര്യങ്ങൾക്ക് തന്നെ ചുണ്ടിരുത്തും കൊണ്ടാണ്. അത് ഈ കാരണം ഭക്ഷണം എത്ര മോശമാണ്. പിന്നെ ദുഷ്പരിഗ്രഹകർത്ത, സ്വീകരിക്കാൻ പാടില്ല അങ്ങനത്തതിനെ സ്വീകരിക്കും. ദാനമായിട്ടും പിടിച്ചു പറിച്ചിട്ടും ബലാത്മല്ലേ, കക്കല്, കവരല്, പിടിച്ചു പറിക്കല്, ഇങ്ങനെ അനവധി തരത്തിലുണ്ട്. ഇപ്പം ഈ ബലം പ്രയോഗിച്ചിട്ട് ഈ എന്ത് വസ്തു ആയാലും ശരി, അപ്പോൾ അത് ബലാത്സംഗം, അത് അങ്ങനെ എടുക്കുന്ന ഒരു വസ്തുവാണ്. അതതിൻ്റെ മാക്സിമത്തിൽ അങ്ങനെ പറഞ്ഞു, അത്രയേ ഉള്ളൂ. അന്യൻ്റെ മുതൽ കക്കലായാലും അന്യൻ്റെ മുതൽ കയ്യിലുള്ളതിനെ തട്ടിപ്പറിച്ച് എടുക്കലായാലും യാചിക്കാൻ പാടില്ല. ചിലത് യാചിക്കാൻ പാടില്ല, എല്ലാവർക്കും യാചിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ യാചന എന്നുള്ളതൊരു ദോഷം. ഇങ്ങനെ പരിഗ്രഹകർത്ത, ഇവിടെ
വ്യാഖ്യാനത്തിൽ ഒരു ശ്ലോകം പറഞ്ഞിട്ടുണ്ട്, തിലധേനുർ ഗജോവാജി പ്രേതാന്നം അജിനം മണി സുരഭി സൂയമാനാച്ച ദുഷ്ടാഹ സപ്ത പരിഗ്രഹാഹ. ഒരു 7 പറഞ്ഞു, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് പ്രമാണമാണ്. പ്രമാണമാകുമ്പോൾ അതിൻ്റെ മഹത്വമൊക്കെ ഉണ്ട്. എള്ള് കൊണ്ട് നിർമ്മിച്ച പശു എന്ന് വെച്ചാൽ എള്ള് ദാനം വാങ്ങാൻ പാടില്ല, അത് ഇരുമ്പ് പാത്രത്തിലാവുക എന്നാ പറയും വേണ്ട. ചില വസ്തുക്കൾ ദാനം വാങ്ങിയാൽ വലിയ പ്രശ്നമാണ്. അതേപോലെ ആനയെ ദാനം വാങ്ങാൻ പാടില്ല, കുതിരയെ ദാനം വാങ്ങാൻ പാടില്ല. പിന്നെ ഈ പ്രേതാന്നം, പിണ്ടം, ശ്രാദ്ധം എന്നൊക്കെ എന്നുള്ളത് പ്രേതങ്ങൾക്ക് കൊടുക്കുന്ന സമയത്ത് അതിന് കൊടുക്കുന്ന ചോറാണ്. അപ്പം അത് ഊണ് കഴിക്കാൻ പാടില്ല എന്നാണ് നിയമം. ആരെങ്കിലും ഊണ് കഴിക്കണ്ടേ വിചാരിച്ച് നമ്മളൊക്കെ ചെല്ലാറുണ്ട്. പക്ഷേ ഈ അതിൻ്റെ കൊടുക്കണേനും ആ ശുദ്ധിയും കാര്യങ്ങളൊക്കെ കഷ്ടിയാവുകൊണ്ട് അതിന് മടി വരിക. പ്രേതാനം സ്വീകരിക്കാൻ പാടില്ല എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഈ പോണത്. അപ്പോൾ കൂടുതലായിട്ട് അതിനൊരു പ്രയാസമുണ്ട്. അതിൽ അവിടെ അശുചി കാണുമ്പോൾ വലിയ പ്രശ്നമാണ്. ബ്രാഹ്മണർക്കൊക്കെ ഈ ഉരുളിയിൽ വെച്ചാൽ മറ്റേ പ്രേതാനം പറ്റും, പിണ്ടവും ശ്രാദ്ധമൊക്കെ പറ്റും എന്നാണ് ധരിച്ചേക്കണത്. അതിപ്പോൾ വൈദികന്മാരും അങ്ങനെ തന്നെ. അതൊന്നല്ല അതിൻ്റെ ശാസ്ത്രം. ശുദ്ധിയോട് കൂടിയിട്ട് എന്നുള്ളതാണ്, ശ്രദ്ധയോട് കൂടിയിട്ട് എന്നാണ്. അപ്പോൾ ചില ശുദ്ധികൾ കുളിച്ചു വരികയൊക്കെ ചെയ്യും. പിന്നത്തെ കാര്യങ്ങളൊക്കെ അശുദ്ധിയാണ്. അത് കണ്ടാൽ തന്നെ നമുക്ക് ദേഷ്യം വരും. നമ്മളാണെന്ന് വെച്ചാൽ ലേശം ശ്രദ്ധയും ശുദ്ധിയൊക്കെ ഉള്ള കൂട്ടത്തിലാണ്. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ ആളാണല്ലോ ഈ തെറ്റുകാരനാവുക. എന്ന് കൊടുത്ത് ഞാനൊരു തെറ്റുകാരനാണ്, എനിക്കതുകൊണ്ട് കുഴപ്പമില്ല. അവർ വേണ്ട രീതിയിൽ ചെയ്യാനായിട്ടാണ്. ഊണ് കഴിക്കേണ്ട ഒരു വസ്തുവിൽ മറ്റേ നമ്മൾ സാധാരണ തന്നെ പറയാറുണ്ട്, പടച്ചു വെച്ചിട്ടുള്ള ഒരു നേതിയാണെങ്കിൽ അതിൽ ആ മുകളിലത്തെ ഭാഗം വേവാത്ത രീതിയിലുണ്ടാവുക, മൂറൽ എന്ന് പറയും. അപ്പോൾ അത് നീക്കിയിട്ടൊക്കെ വേണം ഈ ആൾക്ക് കൊടുക്കാനായിട്ട്, ഊണ് കഴിക്കാൻ കൊടുക്കാനായിട്ട്. ശുദ്ധിയോട് കൂടിയിട്ട് വളരെ ശുദ്ധമാവണം. കഴിക്കേണ്ട ആഹാരത്തിന് നെയ്യ്, അതേപോലെ അതിലുണ്ടാക്കണ ചില വസ്തുക്കളുണ്ട്, എലിശ്ശേരി പുളിശ്ശേരിയൊക്കെ തന്നെയാണ് സംഗതിയൊക്കെ തന്നെയാണ്, അതുകൊണ്ട് കാര്യമില്ല. അതൊക്കെ വളരെ ശുദ്ധമായിട്ടാണ്. ഞാൻ ഒരിക്കൽ പോയിട്ട് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. വളരെ ശുദ്ധമായിട്ടുള്ള എനിക്ക് ചില ശാസ്ത്രങ്ങളൊക്കെ ഉണ്ട്, ഞാൻ അതിനനുസരിച്ച് നന്നായിട്ട് ശുദ്ധമായിട്ട് ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ അതിനെ പോലും അവർക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. കേമന്മാരാ, മഹാകേമന്മാരാ. അതോട് കൂടിയിട്ട് ഞാൻ ആ പണി നിർത്തി. ഉരുളിയിൽ വെച്ചില്ല എന്നാ കാരണം, വേറെ ഒന്നുമില്ല. എല്ലാവരും അത് സ്വാദോട് കൂടി ഞാൻ കുറച്ചധികം ഉണ്ടാക്കുകയും ചെയ്തു. കാരണം അപ്പോൾ ഇതിൻ്റെ ഒരു പറയുന്നത് എന്തോ അതിനെ എടുക്കാൻ കഴിയാത്ത ഒരു സമൂഹമായിട്ട് മാറി, നമ്മുടെ വേണ്ടത് എടുക്കാൻ കഴിയാത്തതായിട്ടൊരവസ്ഥ ഭാഗവതമില്ലായിട്ടാണ്. അതിൻ്റെ ആ ഒരു രീതിയിൽ എടുക്കാൻ സാധിക്കാനായിട്ടാണ്. പറഞ്ഞ ആലോചിക്കുകയാണ്. പറഞ്ഞ ആളാണല്ലോ തെറ്റുകാരനാവുക. എന്ന കൂട്ടത്തിൽ ധാരാളമായിട്ട് തെറ്റുകാരൻ തന്നെയാണ്. അത് ഇതാണ് കാരണം. എൻ്റെ അഭിപ്രായത്തിൽ പരസ്പരം അറിയാവുന്നത് പങ്കുവെച്ചുകൊണ്ട് അതിനെ ഇന്ന രീതിയിൽ ചെയ്യാൻ പാടില്ല എന്നൊരാൾ പറഞ്ഞു വെച്ചാൽ ചിന്തിക്കുക, പരസ്പരം ആലോചിക്കുക, എന്നിട്ട് അത് ചെയ്യുക. അതാണ് വേണ്ടത്. അതല്ലാതെ കണ്ട് പറഞ്ഞയാളെ കുറ്റപ്പെടുത്തല്ല വേണ്ടത്. അതേപോലെ പറഞ്ഞു കൊടുക്കാതിരിക്കുക, അതും ചെയ്യാൻ പാടില്ല. ചർച്ച ചെയ്തുകൊണ്ട് അതിൽ ഇത് ശരി എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ബോധ്യപ്പെടുത്തുക, കൺവിൻസ് ചെയ്യിക്കുക, എന്നിട്ട് വേണം അത് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ശ്രോതൃഭാവം ഇന്ന് ഇല്ല. നമ്മൾ നേരത്തെ ശ്ലോകത്തിൽ പറഞ്ഞു ശ്രോതാവല്ല എന്ന്. അപ്പോൾ നമ്മളൊന്നും ഇന്നും ശ്രോതാവല്ല, ഒക്കെ വക്താക്കളാണ്. ഗ്രൂപ്പുകളിൽ ഞാൻ വായിക്കുന്നുണ്ട്, അത് വായിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് വെറുതെ പറയല്ല, അത് അറിഞ്ഞുകൊണ്ടും അത് അതിൻ്റെ ആ ഒരു ദോഷത്തെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ പറയണം. അപ്പം ഇങ്ങനെ ഈ ദുഷ്പരിഗ്രഹ കർത്താക്കളായിട്ട് നമ്മളൊക്കെ ആ രീതിയിൽ അന്ന് ഇരിക്കണത്. ഇത് എന്താണെന്ന് പോലും കേട്ടോ അറിയൂല, പറഞ്ഞാൽ അറിയൂല, മനസ്സിലാവൂല. അപ്പം ഇങ്ങനെ കഴിക്കാൻ പാടില്ലാത്ത പ്രേതാന്നം, അതേപോലെ കൃഷ്ണമൃഗത്തോല്, അജീനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണമൃഗത്തോലാണ്. അത് കൃഷ്ണമൃഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനാണ്. ആ മറ്റേ മാൻ തോലാണ്. ഈ പൂണുനൂലൊക്കെ ഇടുമ്പോൾ പൂണുനൂലിനെ പോലെ ഒരു മാനിൻ്റെ തോല് അങ്ങനെ ഇടണം. മേഖല കൃഷ്ണാജിനം എന്നൊക്കെ പറയും. ഏതായാലും അത് സ്വതേ സ്വീകരിക്കാൻ പാടില്ല, ദാനമായിട്ട് സ്വീകരിക്കാൻ പാടില്ല. അതേപോലെ മണി, രത്നം,
രത്നം, സാളഗ്രാമം, ശിവലിംഗം, തുളസിപ്പൂവ്, ഇതൊക്കെ ദാനം വാങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രയാസം. അത് നമുക്ക് അതിൻ്റെ കടം വീട്ടാൻ സാധിക്കില്ല. കൊടുക്കാൻ പാടില്ല എന്നോ ദാനം വാങ്ങാൻ പാടില്ല എന്നോ അല്ല. സഹസ്രാവൃത്തി ഗായത്രി ചെല്ലുന്നുണ്ടെങ്കിൽ ശരി, വാങ്ങാം. അങ്ങനെ ഓരോന്നുമുണ്ട് അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള. ദാനം മുഴുവൻ 8-1 നമ്മൾ സ്വീകരിക്കുന്നുള്ളൂ എങ്കിൽ, ഈ 7 ഭാഗവും ദാനം കൊടുക്കുകയാണ്, അങ്ങനെ നമ്മൾ ശുദ്ധനാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അങ്ങനെയൊന്നും നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് കലികാലത്തിൽ ഈ ദാനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്, തീർക്കാൻ പറ്റില്ല, അതാണ്. അതേപോലെ പ്രേതാന്നം കഴിക്കരുതെന്ന് പറഞ്ഞതിൻ്റെ സാരം ഈ ശുദ്ധിയുടെ കാര്യത്തിലല്ല, അത് അതിൻ്റെ ഒരു വശം. മറ്റൊരു വശം, ഈ പ്രേതത്തിന് വരുന്നതായിട്ടുള്ള ദോഷങ്ങളെ പരിഹരിച്ചു കൊടുക്കാനുള്ള ഉപാസന നമ്മൾ ചെയ്യണം. എന്നിട്ട് വേണം ആ പ്രേതത്തിന് മുക്തി കൊടുക്കാൻ. പ്രേതം എന്തൊക്കെയാണ് ചെയ്തെടുക്കണമെന്ന് നമുക്കറിയോ? പ്രേതം എന്ന് വെച്ചാൽ ഈ ശരീരം വിട്ടുപോയ ജീവൻ എന്നാണ് സാരം. അപ്പോൾ അതിനെ പേടിക്കുന്നത് എന്താ വെച്ചാൽ അത് ഈ പ്രേതാവസ്ഥയിൽ ഇരിക്കുകയാണ്, പിശാചാവസ്ഥയിൽ ഇരിക്കുകയാണ്, ദേഹമില്ലാത്ത അവസ്ഥയിൽ പാപങ്ങളെ നരകത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് എത്താൻ തന്നെ അനവധി ദൂരമുണ്ട്. അതൊക്കെ ഈ യാത്രയിൽ യമകിങ്കരന്മാർ അടിക്കുന്നതും മറ്റേ നായ്ക്കൾ കടിച്ച് കയറുന്നതും അതേപോലെ മറ്റേ പശുക്കളെ കാളകളൊക്കെ കുത്തണതും ഇങ്ങനെ പലതും ആ പോണ വഴിക്ക് നമുക്ക് കാണാൻ സാധിക്കും. ചുട്ട് പൊള്ളിയിട്ടും ഇതൊക്കെയുണ്ട്, നിയമം അങ്ങനെയാണ്. അപ്പോൾ അതിനൊക്കെ പരിഹരിച്ച് കൊടുക്കാനുള്ള കഴിവാണ് ഈ പ്രേതാന്നം ഉണ്ണണ ആൾ. അതിനെ പരിഹരിച്ച് കൊടുക്കാച്ചാൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ കൂട്ടിയാൽ പറ്റില്ലല്ലോ, നമുക്ക് ആർക്കും കൂട്ടിയാൽ പറ്റില്ല. അതുകൊണ്ടാണ് സ്വീകരിക്കരുതെന്ന് പറയാനുള്ള കാരണം. അതേപോലെ തന്നെ രത്നം കൊടുക്കുന്നത് ഇങ്ങനെയാണ്. നമുക്ക് രത്നത്തിൻ്റെ ശുദ്ധി ഉണ്ടാവുമോ? ഈ കൊടുക്കുന്ന ജീവനെ രത്നത്തിൻ്റെ ശുദ്ധിയിലേക്ക് എത്തിക്കാൻ നമുക്ക് പറ്റുമോ? സാളഗ്രാമായാലും ശിവലിംഗമായാലും ഈ രത്നമായാലും സ്വർണമായാലും വിളക്കായാലും ഒക്കെ പോസിറ്റീവാണ്. പക്ഷേ അത് നമുക്ക് എത്തിക്കാൻ പറ്റില്ല, സ്വീകരിക്കാൻ പറ്റില്ല, നമുക്ക് താങ്ങില്ല. നമുക്ക് ആകെ 100 കിലോ 120 കിലോ വരെ ഉണ്ടാവുമെന്ന് കൂട്ടാം വെയിറ്റ്. 50 കിലോ മുതൽ 40 കിലോ മുതൽ 120 കിലോ വരെ, അത് എത്രയാச்சுം ആയിക്കോട്ടെ, അറിയില്ല. അത് ഒരു 1000 കിലോ നമ്മുടെ മേലോട്ട് വെച്ചാൽ എന്താ ഉണ്ടാവുക? അത് 10,000 കിലോനായാലോ നമ്മൾ മരിച്ചു പോകും. അതുകൊണ്ടാണ് അത് വാങ്ങാൻ പാടില്ല എന്ന് പറയുന്നത്. തുളസിപ്പൂവ് അത്രയും വെയിറ്റ് ഉണ്ട്. തുളസിപ്പൂവും ഭാഗവതവും തുല്യമാണ്. അതുകൊണ്ട് അത് വാങ്ങരുത്. അപ്പോൾ ദുഷ്പരിഗ്രഹ കർത്താവാണ് ഈ ധുന്തുകാരി. അതുകൊണ്ട് തന്നെ എല്ലാവിധ ദോഷങ്ങളും സംഭവിച്ചു. ശവഹസ്തേന ഭോജനം, ഇടത്തെ കൈകൊണ്ട് തിന്നണമെന്നേ അർത്ഥമുള്ളൂ എന്തായാലും. അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ ശ്രാദ്ധമൊക്കെ കൂട്ടുമ്പോൾ ഇടത്തിട്ടിട്ട്, പൂണുന്ന പോലെ ഇടത്തിട്ടിട്ട് എന്ന് പറയും. അപ്പോൾ അതുകൊണ്ടാണ് ശവഹസ്തം. അത് വിചാരിച്ചിട്ട് വെള്ളം കൊടുക്കുമ്പോൾ ഇടത്തെ കൈ കൊണ്ടല്ല കൊടുക്കുക, വലത്തെ കൈ കൊണ്ട് തന്നെ കൊടുക്കുക, വലത്തോട്ട് തന്നെയാണ് കൊടുക്കുക. അപ്പോൾ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, നോക്കട്ടെ, അത് പ്രശ്നമില്ല. അപ്പോൾ എന്തായാലും തെറ്റുകൾ ചെയ്യുന്നയാളെ എന്ന് കൂട്ടിയാൽ മതി. ഇപ്പോൾ നമ്മളൊക്കെ അതിൽ പെട്ടവരാ. സ്നാനം വേണ്ട രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ശൗചം ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ക്രിയകൾ മുഴുവൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നമ്മൾ കുറേയൊക്കെ ചെയ്യുന്നുണ്ട്, കുളിക്കുന്നുണ്ട്, ശുദ്ധിക്രിയ ചെയ്യുന്നുണ്ട്, അതേപോലെ ഈ ആചാരാനുഷ്ഠാനങ്ങളെ ചെയ്യുന്നുണ്ട്, അതേപോലെ ഭക്ഷണം കുറേ ശുദ്ധമാക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ കുറച്ച് അശുദ്ധം ആയിട്ട് നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. അതൊക്കെ തെറ്റാണ്. പഴകിയത് കഴിക്കാൻ പാടില്ല, പിന്നെ ദാനം കൊടുക്കാതെ കഴിക്കാൻ പാടില്ല, അതൊന്നും പറ്റുന്നില്ല. അതേപോലെ ക്രോധ സംയുത, ശുണ്ഠിയെ നമുക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റുന്നുണ്ടോ? ചെറിയ കാര്യങ്ങൾ. അപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമായില്ല വെച്ചാൽ നിങ്ങൾക്ക് ശുണ്ഠി വന്നു, നിയന്ത്രിക്കാൻ കുട്ടിയെ പറ്റില്ല. ചിലർ പ്രതികരിക്കും, ചിലത് പ്രതികരിക്കില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് സാരില്ല. ക്രോധ സംയുത, അതാണ്. ഇതൊക്കെ എന്താ പറയാനുള്ളത് എന്ന് ചോദിച്ചാൽ അത് ശുണ്ഠിയായി. അതേപോലെ ദുഷ്പരിഗ്രഹ കർത്ത, അതും നമുക്ക് ചിലപ്പോൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ തന്നിട്ടുണ്ടാവും, നമ്മളറിയാതെ കണ്ട് അത് വാങ്ങാൻ പാടില്ലാത്തതായിരിക്കും ചെയ്യും, നമുക്കറിയില്ല, നമ്മൾ പെട്ടുപോയി. പക്ഷേ അതിൻ്റെ പാപം നമ്മൾ അനുഭവിച്ചേ പറ്റൂ. ആ ജീവൻ്റെ ഈ അപുണ്യം ഉണ്ടല്ലോ, ആ പുണ്യമില്ലാത്ത അവസ്ഥ മുഴുവൻ പാപമായിക്കൊള്ളണമെന്നില്ല. അതായത് ഇപ്പോൾ ഒരു ബിംബത്തിൽ നമ്മൾ അർച്ചന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അർച്ചന ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പൂജാതി കാര്യങ്ങൾക്ക് ചില വിധിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പഞ്ചഗവ്യം തൊട്ടുള്ള കാര്യങ്ങളൊക്കെ അഭിഷേകം ചെയ്യുന്ന സമയത്ത് അപ്പം തന്നെ പായസം നിവേദിക്കണം എന്നൊക്കെ നിയമമുണ്ട്. അത്
പഞ്ചഗവ്യം അഭിഷേകം ചെയ്തു, പായസം ആയിട്ടില്ല. പിന്നെ ഒരുപാട് നേരം കഴിഞ്ഞിട്ടാണ് പായസം ആയതിൻ്റെ ശേഷം കൊണ്ടുവന്നിട്ട് പായസം നേദിക്കുമ്പോൾ അവിടെ ക്രിയാലോപം വന്നു. പായസം ഉണ്ടാക്കിയിട്ടേ പഞ്ചഗവ്യ അഭിഷേകം ചെയ്യാവൂ, നിയമമാണ്. അബദ്ധവശാൽ മറ്റ് വാദ്യക്കാരും എല്ലാവരും അവിടെ എത്തി. ഇവിടെ തീ കെട്ടും, ഗ്യാസ് അടുപ്പത്ത് വെച്ചിട്ടാണ് ഈ പോകുന്നത്. ഇത് അറിഞ്ഞില്ല. അപ്പോൾ കൊണ്ടുവന്ന് വെച്ചിട്ടല്ല ചെയ്തത്. ആവും അപ്പോഴേക്കാവും, കണക്കൊക്കെ ശരിയാ. പക്ഷെ കണക്ക് തെറ്റി ഗ്യാസ് കഴിഞ്ഞു. അപ്പോൾ അടുത്തത് അവിടെ അത് ശ്രദ്ധിക്കാൻ ആളില്ലാത്തത് കൊണ്ട് എന്ത് സംഭവിച്ചു, ഇവിടെ ഈ വീഴ്ച വന്നത് കർമ്മലോപാതെ. അതിന് ഗ്യാസിന് കുറ്റമില്ല, വാദ്യക്കാർക്ക് കുറ്റമില്ല, ഇതിൻ്റെ തന്ന സംഘാടകർക്ക് ആർക്കും കുറ്റമില്ല. ഈ മേശാന്തി കുടുങ്ങി. മേശാന്തി തെറ്റുകാരനാണോ ചോദിച്ചാൽ അല്ല, പക്ഷേ മേശാന്തി തെറ്റുകാരനാണ്. അപ്പോൾ കർമ്മലോപം ഇങ്ങനെയൊക്കെ വരാം. അതേപോലെ തന്നെയാണ് ഈ ശുദ്ധി നമുക്ക് വേണ്ട രീതിയിൽ ചെയ്യാൻ പറ്റില്ല. സ്നാന ശൗച ക്രിയാഹീനോ ദുർഭക്ഷി ക്രോധ സംയുത ദുഷ്പരിഗ്രഹകർത്ത ച ശവഹസ്തേന ഭോജനം. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെയുള്ള എല്ലാ ദോഷങ്ങളും ധുന്ധുകാരി ചെയ്തായിരുന്നു. ഇനി ചൗര സർവജനദ്വേഷി പരവേശ്മ പ്രദീപക ലാളനായ അർഭകാന്ധൃത്വ സദ്യ കൂവേ ന്യബാധയത്. മോശക്കാരനല്ല, വളരെ കേവന. എല്ലാ തെറ്റും ചെയ്തായിരുന്നു എന്നുള്ളതിൻ്റെ അതിനൊന്ന് സമർത്ഥിക്കുകയാണ്. അന്യരുടെ മതിൽ കക്ക, എല്ലാവരെയും ദ്വേഷിക്കുക, വിദ്വേഷത്തോട് കൂടിയിട്ടും വെറുപ്പോട് കൂടിയിട്ടും നോക്കുക, ക്രൂരമായിട്ട് ദ്രോഹിക്കുകയും ചെയ്യും. അന്യരുടെ ഗൃഹങ്ങൾ തീ വയ്ക്കുക, എന്നിട്ട് നശിപ്പിക്കുക. കുട്ടികളെ ലാളിക്കുക എന്നുള്ള നിലയ്ക്ക് ഇടുക്കുക, എന്നിട്ട് വെള്ളത്തിൽ മുക്കിയിട്ട് ഇങ്ങനെ കൊല്ലുക. അപ്പോൾ എന്താ ഉണ്ണി ഇങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഈ പൊള്ള വരുന്ന കാണാൻ നല്ല ഭംഗിയുണ്ടെന്നാ. ഉണ്ണിയെ മുക്കിയിട്ട് ആ പൊള്ള വരുമല്ലോ, കാരണം ശ്വാസം കിട്ടാത്തതുകൊണ്ട്. അപ്പോൾ പൊള്ള വരുന്ന കാണാൻ നല്ല ഭംഗിയുണ്ടെന്നാ. എല്ലാവരും എല്ലാം മുക്കി അങ്ങനെ കിട്ടില്ല, കരിക്കല്ല് മുക്കി ഈ പൊള്ള വരുമോ. അപ്പോൾ ഈ ഉണ്ണി അങ്ങനെ മുക്കുമ്പോൾ അത് കണ്ടു, ഒരു തവണയേ വന്നുള്ളൂ. ഈ ജാതിയാണ് ചൗരഹ, കളവ് ചെയ്യുക, ചൗര പ്രവൃത്തി അതാണ്. പിന്നെ സർവജനദ്വേഷി, എല്ലാവരെയും വെറുപ്പോട് കൂടിയിട്ടും വിദ്വേഷത്തോട് കൂടിയിട്ടും ക്രൂരമായിട്ട് ഉള്ള ഒരു ഭാവത്തിൽ ചിന്തിക്കുക, അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ്. പരവേശ്മ പ്രദീപക, അന്യരുടെ ഈ വീടുകൾ, താമസിക്കാനുള്ള സ്ഥലം കുടിലായാലും കൊട്ടാരമായാലും മറ്റേ ഓലോണ്ടായാലും ശരി, മറ്റേ വാർപ്പായാലും ശരി, നശിപ്പിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ നശിപ്പിക്കും. പ്രദീപക, കത്തിക്കുക തന്നെ ചെയ്യുക. അപ്പോൾ പരവേശ്മ പ്രദീപക, വാസസ്ഥലത്തെ കത്തിക്കുക, നശിപ്പിക്കുക എന്ന് സാരം. പിന്നെ ലാളനായ അർഭകാൻ, ലാളിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുട്ടികളെ, പിഞ്ചു കുട്ടികളെ എടുക്കുന്നത്. എന്നിട്ടോ ഈ അർഭകാൻ ലാളയാൻ ധൃത്വ, എടുത്തതിന് ശേഷം സദ്യ പെട്ടെന്ന് തന്നെ കൂപേ ന്യപാതയത്. കൂപേ എന്നുള്ളത് കിണറ്റിൽ എന്നാണ് ഉദ്ദേശം. കിണറ്റിൽ എന്നുള്ളത് കിണറ്റിൽ വലിച്ചെറിഞ്ഞാലും ഇപ്പോൾ ഈ സംഭവമൊക്കെ നടക്കും. അത് മുക്കി പിടിച്ചാലും പറ്റുന്ന അർത്ഥം. അപ്പോൾ കിണറ്റിലേക്ക് എറിയുകയാണ് ചെയ്യുന്നത്. ഉണ്ണികളെ എടുത്ത് കൊണ്ടുപോയിട്ട് അമ്മയുടെ അടുത്ത് കളിക്കുന്ന ആ ഉണ്ണിയെ എടുത്തിട്ട് ആ ഉണ്ണിയെ പുറത്തേക്കാണ് കൊണ്ടുപോകും. എന്നിട്ട് ലാളിക്കും കാര്യങ്ങളൊക്കെ ചെയ്യും. അത് കഴിഞ്ഞാൽ കിണറ്റിലേക്കാടും. എങ്ങനെയുണ്ട്? അത്ര മിടുക്കനാ ഈ ധുന്ധുകാരി. ചൗര സർവജനദ്വേഷി പരവേശ്മ പ്രദീപക ലാളനായ അർഭകാൻ ധൃത്വ സദ്യ കൂപേ ന്യപാതയത്. ഇതൊക്കെ ഭാഗവതത്തിലാണ് പറഞ്ഞിരിക്കണമെന്ന് കൂടി പറയണം, അറിയണം എന്നർത്ഥം. ഇതൊന്നും ചെയ്യാൻ പാടില്ല, അതാണ്. പിന്നെ ഹിംസക ശസ്ത്രധാരി ച ദീനാന്ധാനാം പ്രപീഡക ചണ്ഡാള അഭിരതോ നിത്യം പാശഹസ്തശ്ച സംഗത. പ്രാണികളെ വധിക്കുക, പ്രാണിഹിംസ, നമ്മൾ കൊതുവിനെ, ഈച്ച, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പ്രശ്നമാണ്. എപ്പോഴും ആയുധമെടുത്ത് നടക്കുക. സോ അതേ നമ്മുടെ ഇന്നും ചില കൂട്ടരെ ആയുധം എപ്പോഴും കൊണ്ട് നടക്കും. അത് അവരുടെ ഒരു അധികാരവും അടയാളവും ഇങ്ങനെയൊക്കെയാണ്. ക്ഷാത്രവീര്യം. അപ്പോൾ രാജാവിന് ഈ ആയുധം കൊണ്ട് നടക്കണം. ഒക്കെ ചില സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ബ്രാഹ്മണനത് പറഞ്ഞിട്ടുണ്ടോയെന്ന് വെച്ചാൽ എന്തായാലും ബ്രാഹ്മണനും ആയുധം കൊണ്ട് നടക്കാമെന്നൊരു നിയമമുണ്ട്. ഏതായാലും ഇവിടുത്തെ ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഇതല്ല. അന്യരെ വധിക്കാനുള്ളതായിട്ടുള്ള ആയുധത്തെ കൊണ്ട് നടക്കുക, ദ്രോഹിക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഇവിടെ ആയുധം. അപ്പോൾ എപ്പോഴും ആയുധം കൊണ്ട് നടക്കുക. പിന്നെ ദരിദ്രന്മാർ
ദൃഷ്ടിഹീനന്മാർ, അംഗവൈകല്യമുള്ളവരെ ദ്രോഹിക്കുക. പിന്നെ ദാരിദ്ര്യം തൊട്ടുള്ള ദുഃഖങ്ങളെ അനുഭവിക്കുന്നവരെ കളിയാക്കുക, മറ്റേ ചീത്ത പറയുക, അല്ലെങ്കിൽ എന്തൊക്കെയാ അടിക്കുക പിടിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയാണ്. ദരിദ്രന്മാരെയും ദൃഷ്ടിഹീനന്മാരെയും ഒക്കെ ഉപദ്രവിക്കുക. ചണ്ടാളന്മാരോട് കൂടിയിട്ട് രസിക്കുക. അപ്പോൾ ചീത്ത ആഹാരങ്ങൾ കഴിക്കുക, മദ്യം കഴിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യും. അങ്ങനെയുള്ളവരുമായിട്ട് കൂട്ട്. അപ്പോൾ അവിടെ മറ്റെല്ലാ വിധം ഉണ്ടാവും. ദ്യൂതം പാനം സ്ത്രീയ സൂന. അപ്പോൾ ഇതെല്ലാം അവിടെ ഉണ്ടാവും. അപ്പോൾ അത് ചെയ്യാൻ പാടില്ല. അതൊക്കെ ചെയ്യണം ആളായാൽ. പിന്നെ കയറ് കയ്യിൽ പിടിച്ച് നടക്കുക. എപ്പോഴും പിശാങ്ങത്തിയും ഒരു ചരടും ഇങ്ങനെ കൈ പിടിച്ച് നടക്കുക വെച്ചാൽ അത് പാടില്ല എന്നാ. കയറും അത് കാലൻ്റെ കിങ്കരന്മാർക്ക് പറഞ്ഞുള്ള കാര്യം. ദണ്ടും ഒരു കയറും, ദണ്ടും പാശവും കൈ പിടിക്കാം. അത് നമ്മൾ ചെയ്യാൻ പാടില്ല. പിന്നെ ക്രൂര സംസർഗം എന്നുള്ളത് ചീത്ത പ്രവൃത്തികൾ ചെയ്യുന്നതായിട്ടുള്ള നായാട്ട്, അതേപോലെ ഈ ചണ്ടാള വൃത്തികൾ, പിന്നെ ഈ മദ്യപാനാദി കാര്യങ്ങൾ ഒക്കെ ചെയ്യുന്ന, പിന്നെ കളവ്, നേരത്തെ ചോരന്മാർ അല്ലേ, അങ്ങനത്തെ ചീത്ത കൊള്ളക്കാർ ഇവരൊക്കെ ആയിട്ടാണ് സംഘം. അപ്പം അങ്ങനെ സംഘം ചെയ്ത് കഴിഞ്ഞാൽ നശിക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതൊക്കെ അയാളുടെ സ്വഭാവമാണ്. ഹിംസക, എപ്പോഴും മറ്റുള്ളവരെ, പ്രാണികളെ തൊട്ടുള്ള ഓരോരുത്തരെയും കൊല്ലുക എന്ന ശീലം. ശസ്ത്രധാരി, ആയുധാദി കാര്യങ്ങൾ ഏതായാലും ശരി കൊണ്ട് നടക്കുക. അങ്ങനെ പാടില്ല. അപ്പോൾ അർജുനൻ മിക്കവാറും സമയത്ത് ഈ വില്ല് കൊണ്ട് നടക്കും. നമ്മളങ്ങനെയാണ് കാണാറ്. എല്ലപ്പോഴും ഒന്നുമില്ല, യുദ്ധത്തിനോ അല്ലെങ്കിൽ ഒരു ആവശ്യത്തിന് മാത്രമേ അർജുനൻ വില്ലെടുക്കാറുള്ളൂ. അതേപോലെ ദീന അന്ധാനാം പ്രപീഡക, അംഗവൈകല്യമുള്ളവരെ എന്നാണ് അതിൽ ഉദ്ദേശിച്ചത്. അന്ധാന എന്നുള്ളതിന് ദീനന്മാർ എന്നുവെച്ചാൽ ദൈന്യം അനുഭവിക്കുന്നതായിട്ടുള്ള പലതരത്തിൽപ്പെട്ടവരുണ്ട്. അവരെ പീഡിപ്പിക്കുക. ദാരിദ്ര്യം, പലതരത്തിൽപ്പെട്ടതായിട്ടുള്ള ദുഃഖങ്ങളുണ്ട്, അനപത്യത എന്നൊക്കെ തുടങ്ങിയിട്ടേ, രോഗം, അപ്പോൾ ഒക്കെ ദീനഭാവമാണ്. ആരെയും രക്ഷിക്കാനില്ല, കൂട്ടുകാരില്ല, അങ്ങനെ പല ഒറ്റപ്പെടലുകൾ, ദാരിദ്ര്യമൊക്കെ അനുഭവിക്കുമ്പോൾ അവരെയൊക്കെ പീഡിപ്പിച്ചാൽ അത് വലിയ ദോഷമായിട്ടാണ്. കാരണം അവർ തന്നെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, സ്വതവേ പീഡ അനുഭവിക്കുകയാണ്. കൂടാതെ കണ്ട് നമ്മളും കൂടി ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ അവർക്ക് അനുഭവിക്കുന്ന ആ പീഡയുടെ 10 ഇരട്ടി പീഡ നമ്മൾ പിന്നീട് അനുഭവിക്കണം. ചിലപ്പോൾ അപ്പം തന്നെ കിട്ടും. പിന്നെ ചണ്ടാള അഭിരത, ചണ്ടാളന്മാരോടാണ് കൂടുതൽ ഇഷ്ടം, അവരുമായിട്ടാണ് ചങ്ങാത്തം മുഴുവൻ നിത്യം. പിന്നെ പാശഹസ്ത സംഗത, ഈ കയറ് തൊട്ടുള്ള അതിനോ അങ്ങനെയുള്ള ഈ മറ്റവനെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടുള്ള ആയുധാദി കാര്യങ്ങളുടെ ഈ സഹായം, അപ്പം അത് കൊണ്ട് നടക്കുന്ന ഒരു ശീലവും ഈ ധുന്ധുകാരിക്ക് ഉണ്ടായിരുന്നു. ഹിംസക ശസ്ത്രധാരി ച ദീന അന്ധാനാം പ്രപീഡക ചണ്ടാള അഭിരത നിത്യം പാശഹസ്ത ച സംഗത. ഇനി 70-ാമത്തെ ശ്ലോകം. തേന വേശ്യാപ്രസംഗേന ചൈത്ര്യം വിത്തം തു നാശിതം ഏകദാ പിതരൗ താഡ്യ പാത്രാണി സ്വയമാഹരത്. അടുത്തത് കുറച്ചുകൂടി കേമാണ്. വേശ്യ സംഘം, ഒരു സ്ത്രീ അല്ലാതെ കണ്ട് മറ്റ് പല സ്ത്രീകളെയും ഈ ഭോഗിക്കാൻ വേണ്ടിയിട്ട് കൂട്ട്. പിന്നെ പിതാവിൻ്റെ മുതൽ മുഴുവൻ നശിപ്പിച്ചു. എന്നുവെച്ചാൽ പരമ്പരയാ ഉണ്ടാക്കിയതായിട്ടുള്ള മുതൽ ആകെ 50% മുതലാണ് കയ്യിലുള്ളത്. ഈ 50% മുതലും നശിപ്പിച്ചു. പിന്നെയോ അച്ഛനമ്മമാരെ ദ്രോഹിക്കുക, ദേഹോപദ്രവം ചെയ്യുക. അതിനുശേഷം ഈ വീട്ടിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ തൊട്ടുള്ളതൊക്കെ വേശ്യാഗൃഹത്തിലേക്ക് കൊണ്ടുപോയി കൊടുത്തു എന്നാണ്. അതായത് പൈസ ചിലവാക്കുന്നത് മദ്യപാനം ചെയ്യാനും ഈ വേശ്യാസംഘത്തിന്. വേശ്യയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ രണ്ടും കിട്ടും, മദ്യവും കിട്ടും, ഈ വേശ്യയും കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ധനം വേണം. ധനം കൊടുത്താലേ അത് കിട്ടൂ. അത് അഡിക്ഷൻ ഉണ്ടായത് കൊണ്ടാണ്. അപ്പോൾ ഇതിന് അഡിക്ഷൻ ഉണ്ടായത് കൊണ്ട് വീട്ടിൽ എന്ത് മുതൽ ഉണ്ടെങ്കിലും അതൊക്കെ കൊണ്ടു കൊടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവരിൽ നിന്നും കക്ക പിടിച്ചു പറിക്കുക, ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യും. അപ്പോൾ എന്തെല്ലാം ദ്രോഹങ്ങളായി. വേശ്യാസംഘം വളരെ പ്രശ്നമാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ല. പൈത്ര്യം വിത്തം, പരമ്പരയാ കിട്ടിയതായിട്ടുള്ള ഈ ധനത്തെ മുഴുവൻ അത് നശിപ്പിച്ചു. മാത്രമല്ല ന അശിതം, അത്
ഈ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ വേശ്യകൾക്ക് കൊടുത്തു, അല്ലെങ്കിൽ ആർക്കോ കൊടുത്തു, ഈ ചീത്ത കാര്യങ്ങൾക്ക് കൊടുത്തു. ഏകത പിതരവ് താട്യ, പിന്നെ അച്ഛനെയും അമ്മയൊക്കെ അടിച്ചു, ദേഹോപദ്രവം അടക്കം ചെയ്തു. അതിനുശേഷം പാത്രാണി സ്വയം ആഹരത്, അവിടെയുള്ള പാത്രം തൊട്ടുള്ള ഓരോന്നും, ഉരുളി, ചെമ്പ്, ചരക്ക്, ഇങ്ങനെ അതൊക്കെ, വിളക്കോ എന്തൊക്കെയാ വെച്ചാൽ അതൊക്കെ കൊണ്ടുപോയി കൊടുത്തു. ഓട്ടുവിളക്കിനാക്കി കാശ് കിട്ടുന്നതിനാണ് അർത്ഥം. അതൊക്കെ കൊണ്ടുകൊടുത്തു. പണ്ടായാലും സ്വർണ്ണമായാലും ധനമായാലും പലതും ഉണ്ടാവും. ഏതായാലും അതൊക്കെ ഈ വേശ്യാസംഘം കാരണം, ദ്യൂതം, പാനം, സ്ത്രീയ, സൂന, ചൂതുകളി, ഇതിലൊക്കെ പെടും. ഇതൊക്കെ എന്തായാലും അതൊക്കെ നശിപ്പിക്കപ്പെട്ടു. ഇതൊക്കെ സാത്വിക ആയിട്ടുള്ള മുതലാണ്. 50%. ആത്മദേവൻ്റെ 50% സ്വത്താണ്. അത് സാത്വിക മുതലാണ്. അത് മുഴുവൻ ഈ ചീത്ത പ്രവൃത്തികളെ കൊണ്ട് ധനം ഇങ്ങനെ ദുർവ്യയം ചെയ്തു. ചീത്ത കാര്യങ്ങൾക്ക് ധനം ചിലവാക്കി. ഒന്നുമില്ലാണ്ടേ, പാത്രമില്ലേ, ഉപയോഗിക്കാനുള്ള ഒന്നും ഇല്ലാണ്ടേ. തേന വേശ്യ പ്രസംഗേന ചൈത്ര്യം വിത്തം തു നാശിതം ഏകദാ പിതരൗ താഡ്യ പാത്രാണി സ്വയം ആഹരത്. അപ്പോൾ ഇങ്ങനെയുള്ള മുഴുവൻ നശിപ്പിച്ചു എന്ന് സാരം. ഇനി 71-ാമത്തെ ശ്ലോകം. തത് പിതാ കൃപണ പ്രോച്ചൈഹി ധനഹീനോരുരോധ വന്ധ്യത്വം തു സമീചീനം കുപുത്രോ ദുഃഖദായക. ഇനി അടുത്തത്, ആ ആത്മദേവൻ ഈ ധനം മുഴുവൻ നശിച്ചതായിട്ട് കണ്ടപ്പോൾ ദുഃഖിച്ചു. 50% ഈ മുഴുവൻ ദാനം കൊടുത്തപ്പോൾ യാതൊരു പ്രയാസം ഉണ്ടായില്ല, വളരെ സന്തോഷം. അത് കഴിഞ്ഞ് 2 ഉണ്ണികളെ കിട്ടി. അപ്പോൾ ഗോകർണനാണെന്ന് വെച്ചാലോ ജ്ഞാനിയാണ്, പണ്ഡിതനാണ്, ഭക്തനാണ്. ഇവിടെ ഈ ധുന്ധുരിയുടെ പ്രസവിച്ചു എന്ന് വിചാരിക്കുന്ന ആ ഉണ്ണിയോ തൻ്റെ മകൻ ധുന്ധുരിയുടെ ഭാര്യയുടെ അനീതി പ്രസവിച്ചാണ്, എന്തെങ്കിലും ആവട്ടെ, അതറിയില്ല. അയാൾ ചെയ്ത് കൂട്ടുന്ന ഈ ദുഃഖം, അത് എത്രയാ ചോദിച്ചാൽ നിശ്ചല ദുഃഖഹേതുക്കളാണ്. അദ്ദേഹം കരഞ്ഞുപോയി ഈ ഒരു കാരണം കൊണ്ട്. പുത്രൻ ഇല്ലാതിരിക്കുന്നതായിരുന്നു വളരെ നല്ലത് എന്ന് വരെ പറയപ്പെട്ടു അത് അയാളെ കൊണ്ട്. ഇങ്ങനെ പ്രസവിച്ചുണ്ടാകുന്ന കുട്ടി ചീത്ത കാര്യങ്ങളാണ് ചെയ്യുന്നത് എങ്കിൽ അത് ആ അച്ഛനും അമ്മയ്ക്കും ദുഃഖമല്ലാതെ കണ്ട് എന്താ തരിക? അപ്പം അതുകൊണ്ട് പുത്രൻ വേണ്ടായിരുന്നു. യതി പറഞ്ഞത് ശരിയാണ്. പുത്രൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ദുഃഖം ഉണ്ടാവട്ടോ എന്ന് പറഞ്ഞത് ശരിയാണ്. കിട്ടേണ്ടത് കിട്ടിയപ്പോഴേ തോന്നേണ്ടത് തോന്നിയുള്ളൂ. കിട്ടേണ്ടത് എന്താ കിട്ടിയത്? മകൻ്റെ ദ്രോഹം. ദുഃഖിപ്പിച്ചു മകൻ. എത്ര പറയാൻ പറ്റില്ല, അത്രയും കൂടുതലാണ്. മുതൽ നശിക്കൽ മാത്രമൊന്നുമല്ല, അച്ഛനെയും അമ്മയും അടിക്കുകയൊക്കെ ചെയ്തില്ലേ. തത് പിതാ കൃപണഹ, അത് അവൻ്റെ അച്ഛൻ, ഈ ധുന്ധുകാരിയുടെ അച്ഛൻ ആത്മദേവൻ, കൃപണഹ, സ്മരണ ഇല്ലാത്ത ഒരു അവസ്ഥ, അത് സ്മരണ ഉള്ള ഒരു അവസ്ഥ, ഇത് രണ്ടും അവിടെ കാണിക്കുക. ഈശ്വര സ്മരണയോട് കൂടിയിട്ട് ആത്മദേവനും ഈശ്വര സ്മരണ ഇല്ലാത്ത ഭാവത്തിൽ ധുന്ധുരി. അപ്പോൾ താൻ ചെയ്ത കാര്യങ്ങളെ വിശകലനം ചെയ്ത് നോക്കി ഈ ഈശ്വര ഉപാസന ചെയ്തതായിട്ടുള്ള ആത്മദേവൻ അപ്പോൾ സ്മരിച്ചു ഭഗവാനെ. എന്നിട്ട് പ്ര ഉച്ചൈഹി, വളരെ ഉറക്കെ തന്നെ, ധനഹീനഹ, വസ്തുക്കളുടെ യാതൊന്നും കയ്യിലില്ലാത്തൊരവസ്ഥയിൽ എത്തിയത് കൊണ്ട് എല്ലാം നശിച്ചു എന്നതുകൊണ്ട് ഉറക്കെ കരഞ്ഞു. രുരോധഹ, കരഞ്ഞു. അത്ഭുതം. ജ്ഞാനിയായിരുന്നു, യതി ഉപദേശിച്ചു, എന്നിട്ടും എനിക്ക് അബദ്ധം പറ്റിയല്ലോ. അതാണ് ഹ എന്നുള്ളതിൻ്റെ അർത്ഥം. അത്ഭുതമാണ്. ഞാനിതെല്ലാം അറിഞ്ഞിട്ടും ഈ വന്ന വഴികളെ മുഴുവൻ സ്മരിച്ചു. കൃപണത്വം എല്ലാം സ്മരിച്ചു. എനിക്കെല്ലാം ഉണ്ടായിരുന്നു, ഭഗവത് സ്മൃതി ഉണ്ടായിരുന്നു, ജ്ഞാനം ഉണ്ടായിരുന്നു, യതി ഉപദേശിക്കുകയും ചെയ്തു. എന്നിട്ടും അപ്പോൾ ഇതിനെ മനസ്സിലാക്കിയത് കൊണ്ട് ഉറക്കെ തന്നെ കരഞ്ഞു. പ്രോച്ചൈഹി, ധനഹീനത്വം വന്നു എന്നാണ്. കുടിക്കാനുള്ള വെള്ളം പോലും സ്വന്തമല്ലാത്തൊരവസ്ഥ വന്നു. വായുവിന് ഈ സ്വന്തം എന്നുള്ളൊരു പ്രശ്നമില്ലാത്തതുകൊണ്ട് അത് പറയാറില്ല. കുടിക്കാനുള്ള വെള്ളം പോലും അന്യൻ്റെ കയ്യിൽ നിന്നും വാങ്ങണം എന്നുള്ളൊരവസ്ഥ വന്നാൽ പിന്നെ എന്ത് ചെയ്യും? അപ്പോൾ ഉറക്കെ കരഞ്ഞു പോയി. വന്ധ്യത്വം തു സമീചീനം, അത് തന്നെ മതിയായിരുന്നു. കുട്ടികൾ വേണ്ടായിരുന്നു. വന്ധ്യത അതാണ് നല്ലത്. കുപുത്രോ ദുഃഖദായക, ഈ ചീത്ത കുട്ടികളുണ്ടല്ലോ ദുഃഖത്തെ ഉണ്ടാക്കും, അത് ഉറപ്പാണ്. ദുഃഖത്തെ തരുന്ന ഭാവമാണ്. അപ്പം അതുകൊണ്ട്
വല്ലാതെ കണ്ട് ഈശ്വര സ്മരണയോട് കൂടിയിട്ട് മാറി. വിധിയെ, അവിടെ ഈശ്വരൻ എന്നുള്ളത് എനിക്ക് അവിടെ ഒരു വിധിയെ എന്നാണ്, എനിക്ക് അനുഭവിക്കേണ്ടി വന്നത് ഇതാണല്ലോ എന്ന ആ ആദ്യത്തെ സുഖവും പിന്നീട് ഈ കുട്ടികളില്ലാണ്ടായപ്പോൾ വന്ധ്യത അതൊരു ദുഃഖമായിട്ട്, അനവധ്യത ദുഃഖം എന്നുള്ളത് എനിക്ക് കണക്കാക്കിയതും അത് ആലോചിക്കുമ്പോൾ എത്രയോ ദുഃഖപൂർണമാണ് ഇപ്പോൾ ഈ ഉണ്ണി ഉണ്ടായപ്പോൾ എന്ന് സ്വയമേവ തിരിച്ചറിഞ്ഞു എന്നാണ്. അപ്പോൾ നമ്മൾ ഈശ്വരനെ ഭജിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഇങ്ങനെ ഒരു കുണ്ട് ചാടാതിരിക്കാനാണ്. ആ കുണ്ട് ചാടാതിരിക്കാനുള്ള ഈശ്വര സ്മരണ, ഈ കൃപണഭാവം അത് വന്നു ആത്മദേവന്. അത് ദോഷമായിട്ടാണ് സംഭവിച്ചത്, ഒട്ടുമില്ലാത്തൊരു ഭാവത്തിലാണ് സംഭവിച്ചത്. ഈശ്വരൻ തന്നതാണ് ഈ മുതൽ എന്നുള്ള രീതിയിൽ അത് കണക്കാക്കിയില്ല മകനായിട്ടുള്ള ധുന്ധുകാരി. അപ്പം എല്ലാ അർത്ഥത്തിലും വഞ്ചകൻ ആണ്, അവനവനെ തന്നെ വഞ്ചിക്കുന്ന ഭാവം. സ്വന്തം അച്ഛനെയും അമ്മയും വഞ്ചിക്കുക, സ്വന്തം വസ്തുക്കളെ അന്യർക്ക് കൊടുത്തുകൊണ്ട്, അത് ചീത്ത കാര്യങ്ങൾക്ക് കൊടുത്തുകൊണ്ട് വഞ്ചിക്കുക. ശുദ്ധജലം നശിപ്പിക്കൽ വഞ്ചനയാണ്, ഖലത്വമാണ്. വായു മലിനീകരണം നമ്മൾ പുകയ്ക്കുക കാര്യങ്ങളൊക്കെ ചെയ്യണില്ലേ, കണ്ടൊക്കെ അല്ല, ചിലത് അങ്ങനെ ചെയ്യേണ്ട വെച്ചിട്ടല്ല, എങ്കിലും പറയുകയാണ്. ശവദാഹം ഇല്ലാണ്ട് പറ്റുമോ? പറ്റില്ല, എങ്കിലും ചിലത് പറയാണ്. ചില കാര്യങ്ങളൊക്കെ കെമിക്കലൊക്കെ കത്തിച്ചാൽ ഉള്ളൊരു പുക, വിഷപ്പുക വരും. അപ്പം അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അതേപോലെ ചിലത് പുറത്തിടാൻ പാടില്ല. മണ്ണിൽ കുഴിച്ചിട്ടുണ്ടാച്ചാൽ അങ്ങനെ, നശിപ്പിക്കേണ്ടത് നശിപ്പിക്കണം, തീയിലിടാച്ചാൽ തീയിലിടണം, അങ്ങനെ പലതുമുണ്ട്. അതൊന്നും ചെയ്യാതെ കണ്ട് അന്തരീക്ഷത്തെ മലിനമാക്കുക അപ്പോൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ഈ പഞ്ചഭൂതങ്ങളെ, അതിൽ അഗ്നി നമുക്ക് അത്ര പറ്റില്ല, ബാക്കിയുള്ളതെല്ലാം. ആകാശത്തെ ചീത്തയാക്കാറുണ്ട് നമ്മൾ, വായുവിനെ മലിനമാക്കാറുണ്ട്, ഭൂമിയെ മലിനമാക്കാറുണ്ട്. ഭൂമിയെ മലിനമാക്കലിൽ ഒരു പ്രധാന ഘടകമാണ് ഈ മണ്ണ് ഇടേണ്ട സ്ഥലത്തെ മണ്ണിടാവും. ഇപ്പോൾ പാടം തൂർക്കൽ ഒരു മലിനമാക്കലാണ്. എല്ലാ ദിക്കിലും കിണർ കുഴിക്കൽ ഒരു പാടില്ലാത്ത കാര്യം അത്രേ. നമുക്കറിയാലോ പാടില്ലാത്ത കാര്യമാണ്, എങ്കിലും പലതുമുണ്ട്. മണ്ണിനെ മഴ പെയ്യണ സമയത്ത് നല്ലോണം ഇങ്ങനെ പെരുമഴ പെയ്യണ സമയത്താണ് വെച്ചാൽ ആ സമയത്ത് മണ്ണ് കുത്തിക്കളിക്കാൻ പാടില്ല, അത് മണ്ണിനെ മലിനമാക്കല. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ നിയമമായിട്ട്, അതൊക്കെ പുരാണങ്ങളിലുള്ളതാണ്. നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കണം, എത്രയെല്ലാം ശ്രദ്ധിച്ചാലാണ് നമ്മുടെ ശുദ്ധി വരിക എന്നറിയില്ല. ഇപ്പം നമ്മളൊന്ന് സ്വയം വെറും മണ്ണിൽ ഇരിക്കാൻ പാടില്ല. നമ്മുടെ പൃഷ്ഠം അത് ഈ ഭൂമിക്ക് താങ്ങാനുള്ള കഴിവില്ല. എന്തെങ്കിലും ഒരു മീഡിയം വേണമെന്നാണ്. പലകയായാലും ഇലയായാലും എന്തെങ്കിലും ഒരു മീഡിയം, പുല്ല് അങ്ങനെയല്ലേ പലതും, എന്തെങ്കിലും ഒരു മീഡിയം വേണം. വെറും കല്ലിലോ മണ്ണിലോ ഇരിക്കാൻ പാടില്ല. നമ്മളൊക്കെ പാറപ്പുറത്തിരുന്നു എന്നൊക്കെ പറയാറുണ്ട്. അത് ഇപ്പോൾ സന്യാസി ഹിമവാൻ്റെ അവിടെ പോയിട്ട് ഒരു പാറപ്പുറത്തിരുന്നു വെച്ചാൽ അതിന് കുഴപ്പമില്ല. എന്താ കാരണം വെച്ചാൽ ഈ ശുദ്ധി പ്രക്രിയയ്ക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. നമുക്ക് അതിനുള്ള അർഹതയില്ല. നമ്മളൊരു പലകയിലോ എന്തെങ്കിലും ഒരു വസ്തുവിൽ, പായയോ പലകയോ എന്താ വെച്ചാൽ തടുക്കോ പുല്ലുകൊണ്ട് ഒക്കെ അങ്ങനെയാണ് വരിക. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് അതിലിരിക്കാവും. അങ്ങനെ ഓരോന്നും തുപ്പാൻ പാടില്ല ചില സ്ഥലങ്ങളിൽ, അങ്ങനെയൊക്കെ ഉണ്ടേ, പലതുമുണ്ട്. രോമം, നഖം, ഇങ്ങനെയുള്ളതൊക്കെ പലതും നമ്മൾ ഉപേക്ഷിക്കുന്നുണ്ട്. മൂക്കുന്നായാലും വായെന്നായാലും കണ്ണെന്നായാലും ചെവിന്നായാലും കിട്ടുന്നതിനെ പുറമേക്ക് കളയാൻ പാടില്ല. അതിനൊക്കെ എന്തൊക്കെ ഒരു സിസ്റ്റമൊക്കെ വെക്കണം. ഇതൊക്കെ നമ്മൾ ചെയ്യാറില്ലായിട്ട് പറയല്ല. അത്രയും ശ്രദ്ധയോട് കൂടിയിട്ട് വേണം ഇത് ചെയ്യുവാനായിട്ട്. അപ്പോൾ ഇതൊക്കെ ദുഃഖഹേതുക്കളാണ്. ഇതൊക്കെ ഈ ഉണ്ണി ചെയ്തായിരുന്നു. അതൊക്കെ ഈ ആത്മദേവൻ ചിന്തിച്ചു. കുപുത്രോ ദുഃഖദായക. അപ്പം അതുകൊണ്ട് നമ്മളൊക്കെ ഭഗവാന്റെയും ഭഗവതിയുടെയും പുത്രിമാരാണ്. നമ്മളൊക്കെ ശിശുക്കളാണ്. 80 വയസ്സായിട്ടും കാര്യമൊന്നുമില്ല, ശിശുക്കളാണ്. ഭഗവാന്റെ മുമ്പിൽ നമ്മൾ ശിശുക്കളാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഞാൻ കാരണം എൻ്റെ കൂടെയുള്ളവർക്ക് അല്ലെങ്കിൽ മറ്റ് ഒരാൾക്ക് ഒരു വിഷമവും ഉണ്ടാകരുത്. കാരണം ഞാൻ മകളാണ്. അപ്പോൾ ഈ ഭാവത്തിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഈ അച്ഛനമ്മമാർക്ക് ഈ വിഷമം ഉണ്ടാവില്ല.
അച്ഛൻ്റെയും അമ്മയുടെയും മുതലെടുത്തു എന്നാണ് പറഞ്ഞത്. നമ്മൾ നമ്മുടെ മുതൽ, ഞാൻ ഉണ്ടാക്കിയ പൈസ അത് വെറുതെ നശിപ്പിക്കാൻ പാടില്ല. ധൂർത്തായിട്ട് ആവശ്യമില്ലാത്ത കാര്യത്തിന് ചിലവാക്കാൻ പാടില്ല. ആവശ്യത്തിനൊക്കെ ചിലവാക്കുകയും ചെയ്യാം. അത് ആവശ്യമാണ്. റീസണബിലിറ്റി, കാര്യകാരണ സഹിതം, യുക്തി സഹം എന്നൊക്കെ പറയും. ഏതായാലും അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിലോ അത് വളരെ ഉത്തമവും ആണ്. അന്യർക്ക് ദ്രോഹം വരുന്നതായിട്ടുള്ള വാക്കോ നോട്ടമോ പ്രവൃത്തിയോ നമ്മിൽ നിന്ന് ഉണ്ടാകരുത്. ഈ പാഠം നമുക്ക് വ്യംഗ്യമായിട്ട് തരണം. ഇതിൽ ഈ അച്ഛനെയും അമ്മയും ദ്രോഹിച്ചതായിട്ടുള്ള തൊന്തുകാരിയുടെ കാര്യം പറയണു. ആത്മദേവൻ ഇതിനെ നല്ലോണം വിശകലനം ചെയ്തപ്പോൾ ഇത് എന്നിൽ പറ്റിയ തെറ്റാണ്, യതി പറഞ്ഞിട്ട് ഞാൻ കേട്ടില്ല, എനിക്കറിയാമായിരുന്നിട്ട് ഞാൻ ചെയ്തില്ല. അപ്പോൾ സ്വയം ആത്മവിമർശനം ചെയ്യപ്പെട്ടു, ശുദ്ധനായി എന്ന് സാരം. കുറച്ചും കൂടി ഉണ്ട്. എന്നിട്ടാണ് ഇനി മകനോട് ചോദിക്കുന്നത്, ഗോകർണനോട് ചോദിക്കുന്നത്. അത് നമുക്ക് കേൾക്കാം, അത് നാളെ കേൾക്കാം. അപ്പോൾ തത്പിതാ കൃപണ പ്രോച്ചൈഹി ധനഹീനോരുരോധ വന്ധ്യത്വം തു സമീചീനം കുപുത്രോ ദുഃഖദായക. അപ്പം ഇങ്ങനെ 71ാമത്തെ ശ്ലോകം വരെ നമ്മൾ വായിച്ചു. ഇനി അടുത്ത 72ാമത്തെ ശ്ലോകം തൊട്ട് നമുക്ക് അടുത്ത ഭാഗമായിട്ട് പറയാം. അത് 64ാമത്തെ ഭാഗമായിട്ട് പറയാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ നാരായണ.